വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ എത്ര വലിയ പർവ്വത സമാനം അമലുകൾ ചെയ്താലും വഹുവ മുഅ്മിനുൻ, അവൻ യഥാർത്ഥ മുഅ്മിനായിരിക്കണം. അവന്റെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമായിരിക്കണം. വക്രീകരണങ്ങളില്ലാത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ വിശ്വാസമായിരിക്കണം അവനുണ്ടാവേണ്ടത്. നമ്മളൊക്കെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പരിശുദ്ധ ഇസ്ലാമിലേക്ക് വളരെ തന്ത്രത്തോടുകൂടെയും സതുപദേശത്തോടുകൂടെയുമാണ് ക്ഷണിക്കേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണത്? യഥാർത്ഥ ഇസ്ലാമിലേക്കുള്ള ക്ഷണമാണ്. ഒരുപക്ഷെ ഈ ആയത്തോതിയിട്ടായിരിക്കും പലരും തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന വൈയക്തികമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ ഈ ആയത്താണ് പാരായണം ചെയ്യുക. ഇവിടെ ഒരു പ്രബോധകനോടുള്ള കൽപ്പന എന്താണ്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണമാണ്. അത് എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത്? യഥാർത്ഥ മാർഗത്തിലേക്കുള്ള ക്ഷണമാണ്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളെ ബലികടിക്കുന്ന